തിലക് വർമ്മയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ലോകകപ്പ് മുതൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് വിഷ്വൽ ഉണ്ടായിരുന്നു. പിന്നെ ജയചേട്ടൻ ചെന്നൈയിലും മറ്റേ കളി കാണാൻ പോയ സമയത്ത് ഇദ്ദേഹം ഭയങ്കരമായിട്ട് പിച്ചിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നെറ്റ്സിലും അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. അഭിമന്യുവോ മറ്റുമാണ് ഇതെടുത്ത് തോന്നുന്നു, വിഷ്വൽ എടുത്ത് തോന്നുന്നു, സൂരജോ മറ്റോ. അതായത് ബാറ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന് ബോൾ നേരിടാൻ കഴിയുന്നില്ല, അവസാനം സ്റ്റംപ് അടിച്ച് തെറിപ്പിക്കുന്ന അത്രയും ഫ്രസ്ട്രേഷനൊക്കെ കാണിക്കുന്ന ഒരു തിലകിനെ നമ്മൾ കണ്ടു. അവിടെ ഇന്ത്യ നടത്തിയ പ്രധാനപ്പെട്ട 2-3 ടാക്ടിക്കൽ ഷഫിളുകളുണ്ട്. ഒന്ന് ഓഫ് സ്പിന്നർമാർക്കെതിരെ നമ്മുടെ ലെഫ്റ്റീസ് ഭയങ്കരമായി പരാജയപ്പെടുന്നു എന്ന് കണ്ട് സഞ്ജുവിനെ നമ്മൾ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് കൊണ്ടുവന്നതിനൊപ്പം തന്നെ നമ്മൾ നടത്തിയ ഭയങ്കരമായ ഒരു ടാക്ടിക്കൽ ഷഫിളായിരുന്നു ഇദ്ദേഹത്തെ തിലക് വർമ്മയെ 3rd നിന്ന് മാറ്റി 5-ലും 6-ലൊക്കെ ഇറക്കാൻ തുടങ്ങിയെന്ന്. അതിൻ്റെ ഫലം നമ്മൾ സിംബാബ്വെക്കെതിരായ ആ നിർണായകമായ മത്സരം മുതൽ നമ്മളതിൻ്റെ ഫലം അനുഭവിച്ചു തുടങ്ങി. അദ്ദേഹം സിംബാബ്വെക്കെതിരെ 20 ബോളിൽ 44 മറ്റോ എടുക്കുന്നുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെതിരെ സഞ്ജുവിനൊപ്പം നിർണായകമായൊരു 44 റൺസിൻ്റെ കൂട്ടുകെട്ട് ഉയർത്തുന്നുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ നമ്മൾ കുറഞ്ഞ റൺസിനാണ് ജയിക്കുന്നത്. ഇദ്ദേഹം അവസാനമായി ഇറങ്ങിയിട്ട് 7 ബോളിൽ 20 റൺസ് എടുക്കുന്നുണ്ട്. ആർച്ചറിൻ്റെ ഒരു ഓവറിൽ 3 സിക്സറൊക്കെ വായിക്കുന്നുണ്ട് തിലക് വർമ്മ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രഗിളാണ് അദ്ദേഹം ഇവിടെ നമ്മൾ കണ്ടത്. ഇന്നലെ 5ാമത്തെ പൊസിഷനിലാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ മുംബൈയുടെ ടോപ്പ് ഓർഡർ മൊത്തം പൊളിഞ്ഞ് നിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ സീസണിൽ ഗുജറാത്തിൻ്റെ ഭയങ്കരമായ സ്ട്രെങ്ത്തുകളിലൊന്ന് അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. കഴിഞ്ഞ മത്സരം മുതൽ നമ്മൾ പറയുന്നത്, അതായത് കഗീസോ റബാഡയും സിറാജും ചേർന്ന് പവർ പ്ലേയിൽ 6 ഓവർ ഇവർക്ക് തന്നെയാണ് ഗില്ല് കൊടുക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ അവർ ജയിക്കാനുള്ള സുപ്രധാനമായ കാരണം അതാണ്. കഗീസോ റബാഡയും സിറാജും ചേർന്ന് 6 ഓവർ അങ്ങ് പൂർത്തിയാക്കുന്നു. ഡെത്ത് ഓവറിൽ അവർക്ക് 2 ഓവർ വീതം മാറ്റി വെക്കുന്നില്ല. പിന്നലത്തെ മത്സരത്തിലും സിറാജ് എക്കോണമിയിൽ ആദ്യത്തെ 3 ഓവറിൽ 15 റൺസാണ് വിട്ടു നൽകിയത്. എന്നാൽ റബാഡയാണെങ്കിൽ 3 വിക്കറ്റ് വീഴ്ത്തുന്നു. എന്നിട്ട് ഇവർ പവർ പ്ലേയിൽ അങ്ങ് മുംബൈയെ വരിഞ്ഞുമുറുക്കിയ സമയത്ത് അത്രേ വന്നിട്ടുള്ളൂ. പിന്നെ തിലക് വർമ്മ തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ കണ്ടു. നമൻധീറാണ് കുറച്ചുകൂടി പിന്നെ സ്റ്റാൻഡ് ചെയ്ത് ഒന്ന് സ്കോർ ബോർഡ് ഒന്ന് നിലക്ക് നിർത്തിയത്. 20 ബോളിൽ 19 നിൽക്കുന്ന ഈ പറയുന്ന തിലക് വർമ്മ ശരിക്ക് പ്രസീദ് കൃഷ്ണയുടെ ഒരു ഓവറിലാണ് അങ്ങ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടത്. അപ്പം തന്നെ പിന്നെ ഗില്ല് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കഗീസോ റബാഡയ്ക്ക് ഒരു ഓവർ ബാക്കിയുണ്ട്, അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തിലക് ട്രാക്കിലായതിനു ശേഷം ഉടൻ കഗീസോ റബാഡയ്ക്ക് ആ ഓവറിൽ 4 റൺസാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ മുംബൈ വീണ്ടും സ്ട്രഗിൾ അനുഭവിക്കുന്നു. സിറാജിന് ഒരു ഓവർ ബാക്കിയുണ്ട്. പിന്നെ ആ സമയത്താണ് അശോക് ശർമ്മയെ ഇട്ടിട്ട് ഒരു ഓവറിൽ 3 6ഉം 2 4 അടിക്കുന്നത്, 26 റൺസ് അടിക്കുന്നത്. പ്രസീദ് കൃഷ്ണയുടെ അവസാനത്തെ ഓവർ, അതിന് തൊട്ട് മുമ്പ് ഇത് സിറാജിൻ്റെ ഓവറിൽ സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷേ പ്രസീദ് കൃഷ്ണയുടെ അവസാന ഓവറിൽ അടിച്ചിട്ടാണ് തിലക് വർമ്മ സെഞ്ചുറിയിൽ തുടർന്ന് നമ്മൾ കാണുന്നത്.